വാ ഒരു കാര്യം പറയാം എന്ന് പറഞ്ഞ് രാജു വിളിച്ചപ്പോ എനിക്ക് എന്ത് സന്തോഷായെന്നോ. ഇവിടെ വന്നപ്പോ പൊളിറ്റിക്സ്. റൊമാൻറ്റിക് ആയ ഒരു കാര്യം പറയാനില്ല രാജുന്. പൊളിറ്റിക്സ് മാറ്ററിന് ശേഷം റൊമാൻറ്റിക് സബ്ജക്ട് വരുന്നുണ്ട്. ആദ്യം പൊളിറ്റിക്സ്. പറ. ഇതെന്താ ഇങ്ങനെ? പൊളിറ്റിക്സ് ഇങ്ങനെയാ. റൊമാൻറ്റിക് ഇങ്ങനെ. ശരി, ആ ബോറിംഗ് ആയ പൊളിറ്റിക്സ് വേഗം പറ. ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ സീരിയസ് ആണേ. ഋതു എന്താ ഇലക്ഷന് മത്സരിക്കാത്തത്? ഓ അതാണോ? അതെനിക്ക് ഒട്ടും താല്പര്യമില്ല രാജു. മത്സരിക്കാനൊന്നും ഞാനില്ല. അച്ഛനെ ബ്രെയിൻ വാഷ് ചെയ്ത് തിരികെ കൊണ്ടുവന്ന ആളാണ് ഈ പറയുന്നത്. ആ അച്ഛന് പൊളിറ്റിക്സ് എന്ന ഓക്സിജൻ പോലെയാ. എനിക്കങ്ങനെയല്ല. ഋതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് MLA ആവണമെന്നും പിന്നെ മന്ത്രി ആവണമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. രാജു ആള് കൊള്ളാലോ. അമ്പട ഭയങ്കര. ഞാൻ MLA മന്ത്രിയൊക്കെ ആയി തിരക്കുള്ള ആളായി മാറും. പിന്നെ രാജുന്റെ കൂടെ നടക്കാനും എപ്പോഴും എപ്പോഴും ശല്യപ്പെടുത്താനും എന്നെ കിട്ടില്ല. ഈ ചാൻസ് ഉപയോഗിച്ച് നൈസായിട്ട് ഉഴപ്പി നടക്കാനല്ലേ പ്ലാൻ? പ്ലാൻ വേറെയും ഉണ്ട്. എന്തായാലും വേറൊരു പെണ്ണിന്റെയും പുറകെ പോവില്ലെന്ന് ഉറപ്പായിട്ട് എനിക്കറിയാം. ഈ രാജുമണിയെ പ്രേമിക്കാൻ പേടിച്ചിട്ട് ഒരു പെണ്ണും വരികയില്ല. അതല്ല ഋതു, വർമ്മ സാർ ഉറപ്പായും ഒരു മുഖ്യമന്ത്രിയാവും. ആ മന്ത്രിസഭയില് എന്റെ ഋതു ഒരു മന്ത്രി. വല്ല വനവകുപ്പോ മറ്റോ കിട്ടിയാൽ മതി. ഏതെങ്കിലും കാട്ടിലോ മേട്ടിലോ പോയി നമുക്ക് ഒരുമിച്ച് താമസിക്കുകയും ചെയ്യാം. മന്ത്രിയായ പിന്നെ കാട്ടിലും മേട്ടിലും ഒക്കെ ഒരുമിച്ച് താമസിക്കാൻ പറ്റുമോ? നമ്മള് രണ്ടുപേരും രണ്ടു വഴിക്കല്ലേ? നമ്മൾ രണ്ടുപേരും ഒറ്റ വഴിക്കായിരിക്കും. മിനിസ്റ്ററായ ഋതുവിന്റെ PA ഞാനായിരിക്കും. അമ്പട വീര രാജുക്കുട്ട, കൊള്ളാലോടാ നിന്റെ ഒരു ഐഡിയ. മന്ത്രിയായില്ലേ പോലും രാജു താമസിയാതെ എന്റെ PA ആവും. മന്ത്രിയാവാതെ പിന്നെ എങ്ങനെ PA ആവും? എന്റെ PA പിള്ളേരുടെ അച്ഛൻ. ആ PA. ഓ ആ PA. എനിക്ക് മന്ത്രിയാകണ്ട, രാജ്യഭരണവും വേണ്ട. എനിക്കൊരു കുടുംബ ഭരണം മാത്രം മതി. രാജുവും ഞാനും നമ്മുടെ കുറേ പിള്ളേരും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബത്തിന്റെ ഭരണം. കുറേ പിള്ളേരോ? ഇരിക്കട്ടെന്നേ, ഇതൊരു സന്തോഷമുള്ള കാര്യല്ലേ? പിള്ളേരുടെ അച്ഛനെ പിള്ളേരുടെ അമ്മ ഒന്ന് വിട്ടേ. ഇതേ ഡേ ടൈമാ, എനിക്ക് വേറെയും പണിയുണ്ട്. നീ എന്റെ PA. ഇവിടെ നിക്ക്. രാജു